മലയാളികളുടെ പ്രിയ ഗായകനാണ് യേശുദാസ്. അദ്ദേഹത്തിൻ്റെ ഗാനം കേൾക്കാത്ത ദിവസമില്ലെന്നാണ് സംഗീതപ്രേമികളെല്ലാം പറയാറുള്ളത്. അപ്പയ്ക്ക് പിന്നാലെയായിരുന്നു വിജയും പാടി തുടങ്ങിയത്. ഒന്നിച്ച് പാടിയായിരുന്നു സിനിമയിലെ അരങ്ങേറിയത്. കുട്ടിക്കാലത്ത് തന്നെ പാടിത്തുടങ്ങിയിരുന്നു. 9ാം ക്ലാസ്സിൽ കഴിഞ്ഞപ്പോഴാണ് അമേരിക്കയിലേക്ക് പോയത്. കോളേജൊക്കെ കഴിഞ്ഞ് തിരികെ വന്നപ്പോഴാണ് കർണാടക സംഗീതമൊക്കെ പഠിച്ചു തുടങ്ങിയത്. അവിടെയായപ്പോൾ പിയാനോ ക്ലാസ്സിനൊക്കെ പോവുമായിരുന്നു. വെസ്റ്റേൺ മ്യൂസിക്കൊന്നും അന്ന് പഠിച്ചിരുന്നില്ല. 3ാം വർഷമായപ്പോഴാണ് അവിടെ ഒരു പരിപാടിയിൽ അപ്പയുടെ പാട്ട് പാടിയത്. അമേരിക്കയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഭക്തിഗാനങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു. ഹരിവരാസനം പാടുന്നൊരു മോളുടെ വീഡിയോ ഞാനും കണ്ടിരുന്നു. അതെൻ്റെ മോളല്ല, നന്നായി പാടുന്ന കുട്ടിയാണ്. അതിന് ക്രെഡിറ്റ് കിട്ടേണ്ടത് പകരം എൻ്റെ മോൾക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മോൾ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണലി എവിടെയും പാടിയിട്ടൊന്നുമില്ല. കുഞ്ഞിലേ അവൾ പാടിയിട്ടുണ്ട്. അപ്പയുടെ 60ാം പിറന്നാളിന് ഹരിവരാസനം പാടിയിരുന്നു. ആ ഒരു കണക്ഷനിലാണെന്ന് തോന്നുന്നു ഇതും അവളുടെ പേരിൽ പ്രചരിക്കുന്നത്. മോനും മോളും പാടുന്നവരാണ്. അവരുടെ ആഗ്രഹം പോലെ പഠിക്കുന്നുണ്ട്. വെസ്റ്റേണും പഠിക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് അവരെ. നല്ല ടീച്ചറെ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ കൂടുതലായി അതിനകത്ത് ഇടപെടാറില്ല. താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ ചെയ്യട്ടെയെന്നായിരുന്നു ഇടയിലൊരു അഭിമുഖത്തിൽ വിജയ് മക്കളെക്കുറിച്ച് പറഞ്ഞത്. പ്രണയവിവാഹത്തിലൂടെയായിരുന്നു വിജയ് യേശുദാസും ദർശനയും ഒന്നിച്ചത്. ഒരു പരിപാടികൾക്കിടയിൽ വെച്ച് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത്. അന്ന് ആരെയും മൈൻഡ് ചെയ്തിരുന്നില്ല വിജയ്. അത്ര സുഖമില്ലാത്ത അവസ്ഥയിലൂടെയായിരുന്നു. നല്ല ടെൻഷനിലായിരുന്നു. അതിനാൽ തന്നെ സ്വീകരിക്കാനെത്തിയവരോടൊന്നും അധികം സംസാരിച്ചിരുന്നില്ല. ഇതെന്തൊരു ജാടയാണെന്നായിരുന്നു അന്ന് ദർശന ചിന്തിച്ചത്. പിന്നീട് കുടുംബത്തോടെയായി ദർശനയുടെ വീട്ടിലേക്ക് പോയിരുന്നു വിജയ്. അതിനുശേഷം ഇരുവരും ഒന്നിച്ച് സംസാരിക്കുന്നതും സുഹൃത്തുക്കളൊക്കെ ആവുന്നതും. ആ ബന്ധം പിന്നീട് പ്രണയമാവുകയായിരുന്നു. ഇരു വീട്ടുകാരുടെയും ആശീർവാദത്തോടെയായിരുന്നു വിവാഹം. വിവാഹശേഷം വിജയിനൊപ്പമായി വേദികളിലും സിനിമ സംബന്ധമായ പരിപാടികളിലെല്ലാം ദർശന കൂടെയുണ്ടാവാറുണ്ടായിരുന്നു. മാതൃകാ ദമ്പതികളെന്നായിരുന്നു ഇവരെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ അതിനിടയിലായിരുന്നു ഇരുവരും വേർപിരിയലിനെക്കുറിച്ച് പറഞ്ഞത്. പരസ്പരം പഴിചാരുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെയായിരുന്നു ഇരുവരും പിരിഞ്ഞത്. മക്കളുടെ കാര്യങ്ങൾക്കായി എന്നും ഒന്നിച്ച് നിൽക്കുമെന്നും ഇരുവരും പറഞ്ഞിരുന്നു.